Hello, 10 students. CBSE 30% പോർഷൻസ് ഈ അക്കാഡമിക് ഇയർ റിമൂവ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് 10th മാത്തമാറ്റിക്സ് NCERT ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് പോർഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അപ്പം ചാപ്റ്റർ വൈസ് ടോപ്പിക്സ് റിമൂവ്ഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. പേജ് 2, പേജ് 3, പേജ് 4, പേജ് 5, പേജ് 6 ആൻഡ് പേജ് 7 എക്സസൈസ് 1-1 യൂക്ലിഡ്സ് ലെമ്മ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ എക്സസൈസ് 1-1 കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പഠിക്കാനുള്ളത് തന്നെയാണ്. ഫണ്ടമെൻ്റൽ തിയറം, പിന്നെ ബാക്കിയെല്ലാം എക്സസൈസ് 1-2, എക്സസൈസ് 1-2, 1-3 ആൻഡ് 1-4 ഇതെല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്. എക്സസൈസ് 1-1 ഓൺലി റിമൂവ്ഡ്. ചാപ്റ്റർ 2 പോളിനോമിയൽസ്. പോളിനോമിയൽസിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പോളിനോമിയൽസ്, ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ ഇതെല്ലാം ഉണ്ട്. ഈ എക്സസൈസ് 2-1 ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഈ പേജസ് എല്ലാം ഉണ്ട്. പിന്നെ എക്സസൈസ് 2-2 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ മുതലാണ് ഇല്ലാത്തത്, ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. അപ്പോൾ ഡിവിഷൻ ഇല്ല. ഈ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തു വരുന്ന പ്രോബ്ലംസും ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഈ പേജിൽ ഈ ഹെഡ് പേജ് 33 ഈ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് എന്ന് തുടങ്ങുന്നത്. പിന്നെ പേജ് 34, പേജ് 35, പേജ് 36 എക്സസൈസ് 2-3 കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ അതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അത് മാത്രമാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. അപ്പം പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, ആദ്യം തന്നെ ഗ്രാഫാണ്. ഗ്രാഫില്ലാണ്ട് എക്സസൈസ് 3-1 വേണം. എക്സസൈസ് 3-2 ഇസ് ദർ, ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. പിന്നെ ഓൾജിബ്രൈക് മെത്തേഡ്സ് ഓഫ് സോൾവിങ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ ദർ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അതിൽ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മെത്തേഡ് മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഒരു എക്സസൈസോ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡിന് പകരം എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സസൈസ് 3-3 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. എലിമിനേഷൻ മെത്തേഡ് ഇവിടെയാണ് തുടങ്ങുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം പേജ് 58 വേണ്ട, 59 വേണ്ട, 60 ഓൾസോ ഡിലീറ്റഡ്, 61 ഡിലീറ്റഡ്. പിന്നെ വരുന്നത് എക്സസൈസ് 3-5. എക്സസൈസ് 3-5 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Which of the following pairs of linear equations has unique solution, no solution or infinitely many solutions? In case there is a unique solution, find it using ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ട, വേറെ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യനൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ എക്സസൈസ് ഡിലീറ്റഡ് അല്ല. അപ്പം ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിന് പകരം വേറെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എക്സാം പേപ്പറിലൊന്നും ഒരു മെത്തേഡ് മെൻഷൻ ചെയ്യാറില്ല. അപ്പം ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. അപ്പം ഈ എക്സസൈസ് 3-5 ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം പഠിക്കാനുള്ളതാണ്, വേറെ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഈ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പേജ് 70 ആണ് കേട്ടോ. ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൽ ടോപ്പിക്സ് റിമൂവ് ഈസ് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ അത് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. സിറ്റുവേഷണൽ പ്രോബ്ലംസ് മീൻസ് വേർഡ് പ്രോബ്ലംസ്. അപ്പം ഇതെല്ലാം ഉണ്ട്. എക്സസൈസ് 4-1 പഠിക്കാനുള്ളതാണ്. സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ എക്സസൈസ് 4-2 ഉണ്ട്. എക്സസൈസ് ഇതെല്ലാം ഉണ്ട്.
എക്സസൈസ് 4.3 ഇവിടെ വരുമ്പോഴാണ് കേട്ടോ ഡിലീഷൻ ഉള്ളത്. എക്സസൈസ് 4.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് പ്രോബ്ലം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഇത് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണെങ്കിലും സോൾവ് ചെയ്യാനുള്ളതാണ്. ഇതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് നമ്മൾ ചെയ്യാനുള്ളത് തന്നെയാണ്. എന്താണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്? സിറ്റുവേഷണൽ പ്രോബ്ലംസ്. അപ്പം 3 ഡിലീറ്റഡ് അല്ല, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ 3 ഡിലീറ്റഡ് അല്ല. വേർഡ് പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ നമ്പർ 4, 8, 9, 10 ഇത്രയും പ്രോബ്ലംസ് മാത്രമേ ഇതിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ളൂ. അപ്പം ഈ പ്രോബ്ലംസ് ആണ്, ഈ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ആണ് ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് വരുന്നത്. അപ്പം അത് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. Chapter 5. Chapter 5 Arithmetic Progressions. Then from Chapter 5 Arithmetic Progression, what is deleted? Application in solving daily life problems based on sum to n terms. അപ്പം അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക്. അപ്പം അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 ഫോർമുലയാണ് nth ടേം ഫോർമുല ആൻഡ് സം ടു n ടേംസ് ഫോർമുല. അപ്പോൾ nth ടേം ഫോർമുല വെച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ചെയ്യാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. എക്സസൈസ് 5.1 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. nth ടേം AP യൂസിങ് ദാറ്റ് ഫോർമുല ടു ഡു ഓൾ ദ പ്രോബ്ലംസ്. എക്സസൈസ് 5.2 പഠിക്കാനുള്ളതാണ്. ഇതെല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് 1920 പഠിക്കാനുള്ളതാണോ? ആണ്. 1920 ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. nth ടേം ഫോർമുല വെച്ചിട്ടുള്ള എല്ലാം നിങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പേജ് 107 സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. ഇതിലെ വേർഡ് പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം എക്സസൈസ് 5.3 exercise 5.3, these all problems you have to do up to 14. You have to do only from 15 to 20. 15 മുതൽ 20 വരെയുള്ള പ്രോബ്ലംസ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ് ടു 14 ഈ ചാപ്റ്ററിലെ എല്ലാം ഇവിടെ വരെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഈ ചാപ്റ്ററിലെ 15 ഈ പേജ് 113 പേജ് 113 ക്വസ്റ്റ്യൻ നമ്പർ 15 പിന്നെ ടേൺ ദ പേജ് അപ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20 പേജ് 113 15 16 17 18 ആൻഡ് പേജ് 114 19 and 20 ഇത്രയാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 6 ട്രയാങ്കിൾസ്. അപ്പം ട്രയാങ്കിൾസിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. Proof of the following theorems are deleted. The ratio of the areas of two similar triangles is equal to the ratio of the squares of their corresponding sides. First theorem. Then the theorem, in a triangle, if the square on one side is equal to the sum of squares of the other two sides, the angle opposite the first side is a right angle. These two theorems proof only deleted. അപ്പം ഈ ചാപ്റ്റർ 6 2 തിയറത്തിൻ്റെ പ്രൂഫ്സ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം എക്സസൈസ് 6.1 ഉണ്ട്, 6.2 ഉണ്ട്, എക്സസൈസ് 6.3 is there, and this theorem page 141 ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പം അതിൽ ഈ തിയറമാണ് പ്രൂഫാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. പിന്നെ അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടില്ലേ, ഈ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കേണ്ട. ഈ പേജ് 142 നിങ്ങൾക്ക് പഠിക്കേണ്ട, അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ തിയറം യൂസിങ് തിയറം പ്രോബ്ലംസ് ആർ ദർ ഇൻ ദ എക്സസൈസ് 6.4 അത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെയാണ് ചിലർക്ക് കൺഫ്യൂഷൻ, ഈ എക്സസൈസ് 6.4 ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന്. എക്സസൈസ് 6.4 ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, തിയറം സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ പഠിക്കേണ്ടതാണ്. പ്രൂഫ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറം പ്രൂഫ് പൈതഗോറസ് തിയറമൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കോൺവേഴ്സും പൈതഗോറസ് തിയറമാണ്, തിയറം 6.9. അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾക്ക് വേണ്ടാത്തത്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം,
In a triangle, if the square of one side is equal to the sum of squares of other two sides, then the angle opposite the first side is a right angle. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൂഫ് വേണ്ട. അതായത് ഈ പേജ് 146 ഈ പ്രൂഫ് മാതിരി ഇവിടം വരെ വേണ്ട. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് തിയറം യു ഹാവ് ടു ഡു. അതായത് എക്സസൈസ് 6.5 എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുള്ളതാണ്, ഒന്നും ഡിലീറ്റഡ് അല്ല. അപ്പോൾ ഈ ചാപ്റ്റർ 6 ട്രയാങ്കിൾസിൽ ആകെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് പ്രൂഫ് ഓഫ് 2 തിയറംസ് മാത്രം. അപ്പോൾ ആകെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് 4 തിയറംസ് പ്രൂഫായിരുന്നു. ഇപ്പോൾ അതിൽ 2 തിയറംസിൻ്റെ മാത്രം പ്രൂഫ് പഠിച്ചാൽ മതി. മറ്റ് 2 തിയറം പ്രൂഫ് പഠിക്കണ്ട, പക്ഷെ ബാക്കി എല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഒരേ ഒരു ടോപ്പിക്കാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. കോർഡിനേറ്റ് ജോമെട്രി, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ളത് ഒരു ഫോമുല അപ്ലൈ ചെയ്യാനും അത് ആ ഫോമുല അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള ഫോമുല: ഡിസ്റ്റൻസ് ഫോമുല, സെക്ഷൻ ഫോമുല ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോമുല. അപ്പോൾ അതിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോമുലയാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു ലെങ്തി ഫോമുലയാണ്, അതാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഡിസ്റ്റൻസ് ഫോമുല ഇസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എക്സസൈസ് 7.1 ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ സെക്ഷൻ ഫോമുല, അപ്പോൾ അതിൻ്റെ എക്സസൈസും ഉണ്ട്. 7.2 പഠിക്കാനുള്ളതാണ്. പിന്നെ വരുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ, പേജ് 168ലാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോമുല. ഒരു ലെങ്തി ഫോമുലയാണ്. ഇതാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. പേജ് 168, പേജ് 169, പേജ് 170, എക്സസൈസ് 7.3 കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. അപ്പോൾ ആ ഒരു ടോപ്പിക് അങ്ങോട്ട് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ചാപ്റ്റർ 8, നെക്സ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് 2 ടോപ്പിക്കാണ്. ഒന്ന്, മോട്ടിവേറ്റ് ദ റേഷ്യോസ് വിച്ച് എവർ ആർ ഡിഫൈൻഡ് അറ്റ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. Motivate the ratio whichever are defined at 0 degree and 90 degree. In this chapter we are studying trigonometric ratios, sine, cos, tan, etc. And table of values you are studying. Topic എടുക്കുന്നത് പേജ് 183 trigonometric ratios of 0 degree and 90 degree. ഇത് വേണ്ട നമുക്ക്, ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പേജ് വേണ്ട, പേജ് 184. അപ്പം സൈൻ 91, കോസ് 90, 0 ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പഠിക്കേണ്ട. അപ്പോൾ ഈ ടേബിൾ 81 പേജ് 185 ഈ ടേബിളിൽ ഫസ്റ്റ് കോളം ലാസ്റ്റ് കോളം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, മിഡിൽ കിടക്കുന്ന 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി അത് നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ടേബിളിലെ ഫസ്റ്റ് കോളം ലാസ്റ്റ് കോളം ഡിലീറ്റഡ് ആണ്. പിന്നെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അടുത്ത എക്സസൈസിൽ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഏതെങ്കിലും പ്രോബ്ലം 0 ഡിഗ്രി 90 ഡിഗ്രി വരികയാണെങ്കിൽ അത് നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ എക്സസൈസ് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ഒന്നുമല്ല, ഇതിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഡിലീറ്റ് ചെയ്യുന്ന പോർഷൻ ഇതാണ്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഇത് നിങ്ങൾക്ക് വേണ്ട ഈ ടോപ്പിക്. അപ്പോൾ ഇവിടെ മുതൽ പേജ് 188 ഇല്ല, പേജ് 189 ഇല്ല, എക്സസൈസ് 8.3 കംപ്ലീറ്റ് ഇല്ല, അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സസൈസ് 8.3 കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. പിന്നെ പേജ് നമ്പർ 193 എക്സസൈസ് 8.4 അതിൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈ കോംപ്ലിമെൻ്ററി ആംഗിൾസ് വരുന്നതാണ് കേട്ടോ. അത് ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 1ഉം 2ഉം അത് വേണ്ട. ഓക്കെ, ബാക്കിയെല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് തന്നെയാണ്. ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പം ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷനാണ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് കാണാനുള്ള പ്രോബ്ലംസാണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇതിൽ നിന്നൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം പഠിക്കാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 10 സർക്കിൾസ്,
ഈ ചാപ്റ്ററിലും ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് പഠിക്കാനുള്ളതാണ്. ഇതിൽ 2 തിയറം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇൻ ചാപ്റ്റർ 11 കൺസ്ട്രക്ഷൻസ് ഒരു ടോപ്പിക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ. അപ്പം ഈ ചാപ്റ്ററിൽ 3 ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഉള്ളത്. ഒന്ന് ഡിവിഷൻ ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്, പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ടാൻജൻസ്. അതിൽ കൺസ്ട്രക്ഷൻ ഓഫ് സിമിലർ ട്രയാങ്കിളാണ് ഈ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേജ് 216 ഡിവിഷൻ ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ്. സെക്കൻഡ് കൺസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ ആസ് പെർ ഗിവൺ സ്കെയിൽ ഫാക്ടർ. ഇതാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സസൈസ് ഇതൊന്നും വേണ്ട. അപ്പം എക്സസൈസ് 11(1) ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി. പിന്നെ പേജ് 220 സെക്കൻഡ് മുതൽ 7 വരെയുള്ളത് വേണ്ട, അത് ഡിലീറ്റഡ് പോർഷനാണ്, അത് ചെയ്യേണ്ട. ബാക്കിയെല്ലാം ചെയ്യണം. കൺസ്ട്രക്ഷൻ ഓഫ് ടാൻജൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. എക്സസൈസ് 11 പേജ് 221 ഒക്കെ ചെയ്യാനുള്ളതാണ്. ബാക്കിയെല്ലാം ചെയ്യാനുള്ളത്. ഓക്കെ, ചാപ്റ്റർ 12 നെക്സ്റ്റ് ചാപ്റ്റർ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു സിംഗിൾ ടോപ്പിക്ക് മാത്രമാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളൂ. അത് ഏതാണെന്ന് നോക്കാം നമുക്ക്. ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്, പ്രോബ്ലംസ് ഓൺ സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ഈ ചാപ്റ്ററിൽ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏരിയ ഓഫ് സെക്ടർ, സെഗ്മെൻറ്റ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ സെൻട്രൽ ആംഗിൾ വരും. സെൻട്രൽ ആംഗിൾ 120 വരുന്ന പ്രോബ്ലംസ് ആണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ എക്സാമ്പിൾ 3 പേജ് 229 ഇത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സാമ്പിൾ 3 പേജ് 229. പിന്നെ സെയിം ടൈപ്പ് ഇതിനകത്തുണ്ട്. എക്സസൈസ് 12(2) ക്വസ്റ്റ്യൻ നമ്പർ 7 പേജ് 230 ക്വസ്റ്റ്യൻ നമ്പർ 7. Then one more problem, exercise 12(3) പേജ് 235 ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ ഈ എക്സസൈസിൽ ഈ 2 പ്രോബ്ലം, എക്സാമ്പിളിൽ ഒരു പ്രോബ്ലം മാത്രമാണ് ഇതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, 13 സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ്. അപ്പോൾ ഇത് നിങ്ങൾ 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർഫസ് ഏരിയ ആൻഡ് വോളിയൂം ഓഫ് സോളിഡ്സ്. അപ്പം ഇതിൽ ഈ ചാപ്റ്ററിൽ വരുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയൂം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഒക്കെയാണ്. പിന്നെ ഒരു ന്യൂ ടോപ്പിക് ഉണ്ടായിരുന്നു, ഫ്രസ്റ്റം ഓഫ് കോൺ. അതായത് ഒരു കോണിൻ്റെ ഒരു സെക്ഷൻ. ആ ഫ്രസ്റ്റം ഓഫ് കോൺ എന്നുള്ള ആ ടോപ്പിക് അങ്ങ് ഡിലീറ്റഡ് ആയി. അപ്പം അത് ഏതാണെന്ന് നോക്കാം. ഇത് എല്ലാം കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഓഫ് സർഫസ് ഏരിയ ആൻഡ് വോളിയൂം ഇതൊക്കെയാണ്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം ചെയ്യണം. എക്സസൈസ് അപ് ടു എക്സസൈസ് 13(3) അപ് ടു എക്സസൈസ് 13(3) എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടെ നോക്കി പേജ് 252 ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഇത് ഈ ടോപ്പിക്കാണ്. ഇവിടെ മുതലാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. ഫ്രസ്റ്റം കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. പേജ് 2 ഇവിടെ മുതൽ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഫ്രസ്റ്റം ഓഫ് കോൺ മാത്രമേ ഡിലീറ്റഡ് ആയിട്ടുള്ളൂ. എക്സസൈസ് 13(4) മാത്രം. 13(4) കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. അപ്പോൾ ഫ്രസ്റ്റം എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 14 സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ചാപ്റ്ററിൽ 2 ടോപ്പിക്സ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് മീൻ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് മീൻ, മീഡിയൻ, മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ മീൻ കാണുന്നതിനുള്ള ഫോർമുല 3 മെത്തേഡ്സ് ആണുള്ളത്. 3 മെത്തേഡ്സ്. അതിലൊരു മെത്തേഡ് മാത്രമാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ആ മെത്തേഡ് മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യണം. ഇവിടെ മുതലാണ് ഈ പേജ് 265 ഈ ടേബിൾ മുതലാണ് സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതലില്ല കേട്ടോ. ഈ പേജ് ഇവിടെ മുതലില്ല. പേജ് 266 ഇല്ല, പേജ് 267 ഇല്ല, പേജ് 268, പേജ് 269 ഇവിടം വരെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പേജ് 265 ഇവിടെ മുതൽ 266, 267,
268, 269 ഇവിടം വരെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എക്സസൈസ് 14.1 നിങ്ങൾക്ക് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ചെയ്യണം. ഇവിടെ എല്ലാം ചെയ്യാനുള്ളതാണ്. എക്സസൈസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്രോബ്ലം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചൂസിങ് സ്യൂട്ടബിൾ മെത്തേഡ് ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് എന്നാണ്. അപ്പോൾ മറ്റേ 2 മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട, മറ്റ് 2 മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ഗ്രാഫാണ്. അത് ഇവിടെയാണ് ഗ്രാഫ്. പേജ് 289 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മുതൽ പിന്നെ അങ്ങോട്ട് ഇല്ല. അപ്പോൾ ഇവിടെ മുതൽ ഗ്രാഫാണ് കേട്ടോ. പേജ് 290, പേജ് 291, പേജ് 292, 293 ഇതൊന്നുമില്ല. എക്സസൈസ് 14.4 ഈസ് completely cancelled. Okay, ലാസ്റ്റ് ചാപ്റ്റർ 15 പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പ്രോബബിലിറ്റി, നോ ഡിലീഷൻ, ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ഓക്കെ.